ഇനി അടുത്ത വാർത്ത, മുൻ മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മയുടെ മകന് ജില്ലാ വികസന കമ്മീഷണർ പദവി നൽകിയതിലും സ്ഥലം മാറ്റത്തിലും LDF സർക്കാർ വഴിവിട്ട സഹായം നൽകിയെന്നാണ് ആരോപണം. ആലപ്പുഴയിലെ നിയമനം പ്രത്യേക ഉത്തരവിലൂടെ കൊല്ലത്തേക്ക് മാറ്റി. UDF സർക്കാർ വന്നിട്ടും അരുണിന്റെ പദവിക്ക് ഇളക്കമില്ലെന്നും ആരോപണമുണ്ട്. അരുണിനെ ഉടൻ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ പഞ്ചായത്ത് അംഗം ഫൈസൽ കുളപ്പാട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. പ്രതികരണത്തിലേക്ക്. അരുൺ TM മേഴ്സിക്കുട്ടിയമ്മയുടെയും തുളസീധര കുറുപ്പിൻ്റെയും മകൻ, അദ്ദേഹത്തെ ലക്ഷക്കണക്കിന് രൂപ ശമ്പളം കൊടുത്തുകൊണ്ട് അനധികൃതമായി വർഷങ്ങൾക്ക് മുന്നേ കൊല്ലത്ത് നിയമിച്ചിരിക്കുകയാണ്. ആദ്യം ഇദ്ദേഹത്തെ ആലപ്പുഴ ജില്ലയിൽ കരാർ അടിസ്ഥാനത്തിലാണ് നിയമിച്ചത്. വലിയൊരു വിചിത്രവാദം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കരാർ അടിസ്ഥാനത്തിൽ നിയമിച്ച ഒരാൾക്ക് കൊല്ലത്തേക്ക് ട്രാൻസ്ഫർ കൊടുക്കുന്ന വിചിത്രതരമായിട്ടുള്ളൊരു നടപടിയാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലം പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത്തരത്തിലുള്ള ഒരുപാട് അനധികൃതമായിട്ടുള്ള കരാർ വ്യവസ്ഥയിലുള്ള നിയമനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇതെല്ലാം ബന്ധു നിയമനങ്ങളായിട്ടാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഷമീറാണ് വിവരങ്ങളുമായി ചേർന്നത്. ഷമീർ, 2023 ഈ അരുണിന് ശരിക്കും ഒരു നിയമനം ലഭിക്കുന്നത്. അതും ഒരു തസ്തിക സൃഷ്ടിച്ചുകൊണ്ടുള്ള നിയമനമായിരുന്നു. ആദ്യം ആലപ്പുഴയിലേക്കും പിന്നീട് സ്വന്തം ജില്ലയായ കൊല്ലത്തേക്കും അത് മാറ്റി നൽകി. അതിലാണിപ്പോൾ ഈ പരാതി ഉന്നയിക്കപ്പെട്ടത്. അതായത് ഇല്ലാത്തൊരു തസ്തിക സൃഷ്ടിച്ചു നൽകി അരുണിനെ അവിടെ നിയമിച്ചു എന്നുള്ളതൊക്കെയാണ് ആരോപണം. ഇപ്പോൾ നിലവിൽ ഈ വിവാദം എവിടെ എത്തി നിൽക്കുന്നു? ഇപ്പോൾ മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകിയിട്ടുണ്ടല്ലോ ഫൈസൽ. തീർച്ചയായിട്ടും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മേഴ്സിക്കുട്ടിയമ്മയുടെ മകൻ അരുൺ ഇപ്പോഴും ഈ പദവിയിൽ തുടരുന്നു എന്നുള്ളതാണ്. അതായത് പുതിയ സർക്കാർ വന്നിട്ടും ഈ പദവിക്ക് യാതൊരു കോട്ടവും സംഭവിക്കുന്നില്ല എന്നാണ് കോൺഗ്രസിന്റെ ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയായ ഫൈസൽ കുളപ്പാടത്തിന്റെ പരാതി. 2023 ഇത്തരത്തിലൊരു നിയമനം നടത്തിയത്. ഈ നിയമനത്തിന്റെ പ്രധാന ഉദ്ദേശം ജില്ലകളിലെ മെഗാ പദ്ധതികളുടെ ഏകോപനത്തിനായി ജില്ലാ വികസന കമ്മീഷണറുടെ തസ്തിക കഴിഞ്ഞ ഗവൺമെന്റ് സൃഷ്ടിച്ചിരുന്നു. ഇവരെ സഹായിക്കുന്നതിന് വേണ്ടിയായിരുന്നു ജൂനിയർ റിസോഴ്സ് പേഴ്സണൽമാരുടെ നിയമനം. എന്തായാലും ആലപ്പുഴയിൽ നിയമനം ലഭിച്ച അരുണിനെ പിന്നീട് കൊല്ലത്തേക്ക് മാറ്റുകയായിരുന്നു. സാധാരണയായി താൽക്കാലിക നിയമനം ലഭിക്കുന്ന ആളുകളെ ഇത്തരത്തിൽ മറ്റ് ജില്ലകളിലേക്ക് ട്രാൻസ്ഫർ നൽകുന്ന പതിവില്ല. അതിനും പ്രത്യേക മാനദണ്ഡമുണ്ടാക്കി കൊല്ലത്തേക്ക് ട്രാൻസ്ഫർ കൊടുക്കുകയും ചെയ്തു. എന്തായാലും ഇത് വഴിവിട്ട നിയമനം എന്നാണ് ഈ പരാതിക്കാരന്റെ ആരോപണം. എന്തായാലും കൊല്ലത്തും സമാന തസ്തികയിൽ ജോലി ചെയ്തയാൾ അപകടത്തിൽ മരിച്ചതിനെ തുടർന്നാണ് ഇത്തരത്തിൽ അരുണിനെ കൊല്ലത്തേക്ക് മാറ്റുകയും ചെയ്തു. എന്തായാലും ഇതിൽ ഇപ്പോൾ പറയുന്നത് DDC ഇല്ലാത്തപ്പോൾ എന്തിന് JRP എന്നും ഈ തസ്തിക തന്നെ ചിലർക്ക് വേണ്ടി സൃഷ്ടിച്ചതാണോ എന്നും ഇത് പരിശോധിക്കണമെന്നും ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗം. ഇതിൽ ഈ അരുണിന്റെ പ്രതികരണം എന്തെങ്കിലും ലഭ്യമാണോ ഷമീർ? നമുക്ക് അദ്ദേഹത്തെ ബന്ധപ്പെടാനൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ? അരുണിന്റെ പ്രതികരണം നമുക്ക് ലഭിച്ചിട്ടില്ല. അദ്ദേഹത്തെ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. ഇത് പ്രതികരിക്കാനില്ല എന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. എന്തായാലും നിലവിൽ പുതിയൊരു സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വന്നു. ഇപ്പോഴും ഇത്തരത്തിൽ ഇങ്ങനെ പദവികളിൽ ഇരിക്കുന്ന ആളുകൾ ഈ അനധികൃതമായി ഈ പദവികളിൽ തുടരുകയാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം വാങ്ങിയ ശമ്പളം അടക്കമുള്ള കാര്യങ്ങൾ ഏതാണ്ട് 1 ലക്ഷത്തിലധികം രൂപയാണ് ഇദ്ദേഹത്തിന് ശമ്പള ഇനത്തിൽ നിന്നും സർക്കാർ ഖജനാവിൽ നിന്ന് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ ശമ്പളം ഉൾപ്പെടെയുള്ളവ തിരികെ പിടിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ കോൺഗ്രസിന്റെ തന്നെ ജില്ലാ പഞ്ചായത്ത് അംഗം മുഖ്യമന്ത്രിക്ക് ഈ പരാതി നൽകിയിരിക്കുന്നത്. കോൺഗ്രസ് പരാതിക്കാരനായ ഫൈസലിന് പ്രതീക്ഷയുണ്ടോ ഷമീർ? മുഖ്യമന്ത്രിക്കൊക്കെ പരാതി നൽകി. കാരണം ഇപ്പോൾ സർക്കാർ വന്നു, ഇതൊക്കെ ഇയാൾ ഇപ്പോഴും അരുണിപ്പോഴും ജോലിയിൽ തന്നെ അല്ലെങ്കിൽ പദവിയിൽ തന്നെ തുടരുകയാണല്ലോ. അപ്പം പരാതി പോയ സാഹചര്യത്തിലൊരു പ്രതീക്ഷ ഫൈസലിനുണ്ടോ? ഫൈസലിന് അത്തരം പ്രതീക്ഷകളില്ല. കാരണം ഇത്തരം നിയമനങ്ങൾ നടത്തിയ ആളുകൾ തൽസ്ഥാനത്ത് തുടരുന്നു. ഈ സർക്കാർ വന്നത് 1 മാസം പിന്നിട്ടിട്ടും 1.5 മാസം ആകാൻ പോകുന്നു. എന്നിട്ടും ഇത്തരം നിയമനങ്ങൾക്കെതിരെ നടപടിയെടുക്കാനോ അവരെ നീക്കം ചെയ്യാനോ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നൊരു ആക്ഷേപം, പരോക്ഷമായ ആക്ഷേപം അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇത്തരത്തിൽ മുഖ്യമന്ത്രിയെ തന്നെ സമീപിച്ചിരിക്കുന്നത്. എന്തായാലും ഈ നിയമനം ഒരു അനധികൃത വഴിവിട്ട നിയമനമാണ്. ആ നിയമനത്തിൽ കോടികളാണ് സർക്കാരിന് നഷ്ടമായിരിക്കുന്നത്. അതായത് സബ് കളക്ടർമാരുടെ ഫോണുകൾ അറ്റൻഡ് ചെയ്യുകയും ആ ഫോണുകളിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശം അതാത് ഡിപ്പാർട്ട്മെന്റുകൾക്ക് നൽകാൻ വേണ്ടിയിട്ട് ഒരാളെ എന്തിനാണ് താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമിക്കുന്നത്? അതും 1 ലക്ഷം രൂപ ശമ്പളം നൽകിയാണ്
ഇദ്ദേഹത്തെ ആ തൽസ്ഥാനത്ത് നിയമിച്ചത്. ആ 1 ലക്ഷം രൂപയുടെ കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ അദ്ദേഹം ലക്ഷക്കണക്കിന് രൂപ ഈ കാലയളവിനുള്ളിൽ തന്നെ ശമ്പള ഇനത്തിൽ വാങ്ങുകയും ഒപ്പം താൽക്കാലിക ജീവനക്കാരനായിരുന്ന അരുണിനെ ആലപ്പുഴയിൽ നിന്നും കൊല്ലത്തേക്ക് ഈ താൽക്കാലിക ജീവനക്കാരനെ സ്ഥലം മാറ്റുന്ന ചട്ടങ്ങൾക്ക് വിരുദ്ധമായി അദ്ദേഹത്തെ കൊല്ലത്തേക്ക് ട്രാൻസ്ഫർ നൽകുകയും ചെയ്തത് ചട്ടവിരുദ്ധമാണ്, വഴിവിട്ട നിയമനമാണ്. അതുകൊണ്ട് തന്നെ ഈ പണം ഉൾപ്പെടെ തിരികെ പിടിക്കാൻ മുഖ്യമന്ത്രി തന്നെ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ജില്ലാ പഞ്ചായത്ത് അംഗം ഇത്തരത്തിൽ മുഖ്യമന്ത്രിയെ സമീപിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ആ വകുപ്പിനെ, റവന്യൂ വകുപ്പിനെ അടക്കം ശരി, നമുക്ക് നോക്കാം ഇതിൽ എന്തെങ്കിലും ഒരു നടപടികളൊക്കെ ഉണ്ടാകുമോ എന്നുള്ളത്.